ഒടിവിദ്യ കൊണ്ട് കേരളത്തെ ജനങ്ങളെ മൊത്തത്തിൽ വിറപ്പിച്ച ഒരു ഒടിയനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു സംഭവം നടക്കുന്നത് 1800 കാലഘട്ടത്തിലാണ്. അന്നാണ് ഈ ഒടിയനെ പറ്റിയും ആൾക്കാരുടെ ഇടയിൽ നല്ല രീതിയിൽ സംസാര വിഷയങ്ങളാവുന്നത്. കേരളത്തിന്റെ വടക്കേ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒടിയ വിദ്യകൾ പലതരത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കഥ നടക്കുന്നത് കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന ജില്ലയിലാണ്. സംഭവം കുറച്ച് ടാക്റ്റിക്കലാണ്. അതായത് കോട്ടയത്ത് ഒരു കച്ചവടക്കാരൻ രാത്രി തൻ്റെ കടയും അടച്ചുകൊണ്ട് വരമ്പത്ത് കൂടെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം ആദ്യമായിട്ട് കാണുന്നത്. തന്നെ ബീഡി ഉണ്ടോ എന്ന് ചോദിച്ച് പിറകെ നിന്ന് വരമ്പത്ത് വെച്ച് ഒരാൾ വിളിച്ച് ചോദിക്കുന്നു. തിരിഞ്ഞു നോക്കി ബീഡി കൊടുത്ത് കത്തിച്ചതിന് ശേഷം ആ ഒരു കച്ചവടക്കാരൻ ആ ബീഡി വാങ്ങിയ ആളിൻ്റെ കാലിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ താഴെ പോത്തിൻ്റെ കാല് കൊണ്ടുള്ള ഒരു മനുഷ്യൻ. മുകൾ ഭാഗം മനുഷ്യനും താഴ്ഭാഗം പോത്തിൻ്റെ കാലും. അത് കണ്ടതും അദ്ദേഹം അപ്പോഴും തന്നെ ബോധരഹിതരായിട്ട് വീഴുകയാണ്. പിറ്റേന്ന് രാവിലെ കണ്ണുറന്ന് നോക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള പലതരത്തിലുള്ള പൈസകളും പലതരത്തിലുള്ള പേപ്പേഴ്സും കാണാതാവുന്നു. അങ്ങനെയാണ് ഈ ഒരു കഥയുടെ തുടക്കം വരുന്നത്. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ ഈ ഒരു വാർത്ത അവിടെ മൊത്തത്തിൽ അങ്ങ് പകർന്നു. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാറില്ലെന്നും ഈ വിദ്യകൾ പഠിച്ചവർ പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കേ ജില്ലയിലുമാണ് ഉള്ളതെന്നും അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു വരുത്തി. എന്നാലും ഇത് ആരാണ് എന്നുള്ളൊരു ചോദ്യം വീണ്ടും അവിടെ വന്നു. അന്ന് രാത്രിയും ഇതേപോലെ മറ്റൊരു കച്ചവടക്കാരൻ്റെ പൈസയും കവർന്നു. സെയിം സിറ്റുവേഷൻ. ആ ഒരു പാടവരുമ്പത്ത് നടുക്ക് വെച്ചാണ് ഇദ്ദേഹം ബോധം കിട്ടി വീണത്. കയ്യിലുണ്ടായിരുന്ന പൈസയും മറ്റു കാര്യങ്ങളും ഈ ഒരു പോത്തുംകാലുള്ള ഒടിയൻ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ നാട്ടുകാർ രാത്രിയിൽ വെളിയിലിറങ്ങാൻ വീണ്ടും പേടിച്ചു. സന്ധ്യയ്ക്ക് ശേഷം അവിടുത്തെ ഒരൊറ്റ മനുഷ്യരും ആ ഒരു നാട്ടിൽ വെളിയിലോട്ട് ഇറങ്ങാറായി. എന്നാൽ ഇത്തരത്തിലുള്ള കള്ളന്മാർ വീണ്ടും അവിടെ പെരുകാൻ വേണ്ടി തുടങ്ങി. ഇത് ഒടിവിദ്യ പഠിച്ച ഒരു കള്ളനാണെന്ന് അവിടുത്തെ പോലീസ് തന്നെ വീണ്ടും തീരുമാനിച്ചു. പിന്നീട് നടന്നതാണ് വീണ്ടും ചരിത്രമായിട്ട് മാറിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ ഇത് കാര്യമായിട്ട് ചർച്ചാ വിഷയമായി. നാട്ടുകാരുടെ പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷൻ മൊത്തത്തിൽ നിറഞ്ഞു. ഒടുവിൽ അവിടെ പ്രതിഷേധങ്ങൾ വരെ നിറഞ്ഞു. ഈ ഒടിയനെ പിടിക്കാൻ പോലീസ് കച്ചമുറുക്കി തന്നെ ഇറങ്ങി. അങ്ങനെ ഇരിക്കെ അവിടുത്തെ കോട്ടയത്തുള്ള സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ കാളവണ്ടിയിൽ ഒരു കച്ചവടക്കാരൻ്റെ വേഷം കെട്ടി പോവുകയും അതുപോലെ തന്നെ ഈ ഒരു കാളവണ്ടിയുടെ ബാക്കിൽ കുറെ പുൽക്കെട്ടിൻ്റെയും അതിൻ്റെ ഇടയിൽ വീണ്ടും കുറച്ച് പോലീസുകാരെയും കൂടെ സഹായത്തിനായിട്ട് ഇദ്ദേഹം വിളിച്ചു. പോലീസ് തീരെ മടിച്ചെങ്കിലും സീനിയർ ഓഫീസറാണ് വിളിക്കണമെന്ന ധൈര്യത്തിൽ അവരും കൂടെ പോയി. അങ്ങനെ പോകെ സെയിം സ്ഥലം, അതേ സ്ഥലത്ത് വെച്ച് ആ ആളെ കണ്ടുകിട്ടി. കമ്പിളി പുതപ്പ് കൊണ്ട് മൂടിയ ആ ഒരു കറുത്ത 2 പോത്തും കാലുള്ള, എന്നാൽ മുകൾ ഭാഗം അരയ്ക്ക് മുകളിലോട്ട് മനുഷ്യൻ്റെയും പടമുള്ള ആ ഒരു കള്ളനെ കണ്ടു. കള്ളനെ കണ്ട ബാക്കി കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ജസ്റ്റ് ഒന്ന് ഭയപ്പെട്ടെങ്കിലും സീനിയർ ആയിട്ടുള്ള ഈ ഒരു ഓഫീസർ ഭയപ്പെട്ടില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് മുറുക്കി ആ ഒരു കള്ളൻ്റെ തലയിലിട്ടടിച്ചു. പിന്നെയാണ് ആ ഒരു പോലീസ് വിശദമായ രീതിയിൽ ആ ഒരു രൂപത്തെ കാണുന്നത്. സംഭവം എന്ന് വെച്ചാൽ 2 പോത്തുംകാലെടുത്ത് അതിൽ തുന്നി ചേർത്ത് കാല് ചേർത്ത് വന്ന ഒരു മനുഷ്യനായിരുന്നു അത്. ഈ ഒരു പോത്തുംകാല് വെച്ച് താൻ ഒടിയനാണെന്നും അവിടെ നാട് മെമ്പാടും ഒരു ഭീതി പടർത്തിയ അദ്ദേഹം പിന്നീട് ജയിൽവാസത്തിനോട്ട് പോവുകയാണ് ചെയ്തത്. സധൈര്യമായ ഈ ധൈര്യം കൊണ്ടാണ് ആ ഒരു കള്ളനെ പിടികൂടാൻ വേണ്ടി സാധിച്ചത്. ഞായറാഴ്ച ദിവസങ്ങളിൽ കശാപ്പുശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പോത്തിൻ്റെ കാല് തുന്നിക്കൂട്ടി ഒരു പാൻറ് പോലെ ആക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവർച്ചാ രീതി. ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഷണ ശ്രമത്തിന് പോലീസ് വീണ്ടും ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത്. സോ എന്തായിരുന്നാലും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച നല്ലൊരു ത്രില്ലിംഗ് സ്റ്റോറി ആയിട്ട് വരുന്നവരേക്കും ദിസ് ഈസ് ഗുരുവിത്താശി സൈനിങ് ഓഫ്.